പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത് ഇസ്രയേൽ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നിച്ചുള്ള വാർത്താസമ്മേളനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇരു നേതാക്കളും നടത്തിയത്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന തരത്തിലായിരിക്കും ഈ കരാർ. കൂടാതെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI ഇസ്രയേലിലും ലഭ്യമാക്കാൻ ധാരണയായി. ഇത് ഫിൻടെക് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കുന്നതിനായി പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ബഹിരാകാശം, സിവിലിയൻ, ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിലും സഹകരണം വിപുലീകരിക്കും. ആധുനിക കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വില്ലേജസ് ഓഫ് എക്സലൻസ് പദ്ധതി വ്യാപിപ്പിക്കും. ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടത്താനും തീരുമാനിച്ചു. മേഖലയിലെ സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ എപ്പോഴും യുദ്ധത്തെക്കാൾ സമാധാനത്തിന് മുൻഗണന നൽകുന്നുവെന്നും ഗാസ സമാധാന പദ്ധതിയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ സ്പീക്കർ മെഡൽ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചു. ഈ പുരസ്കാരം 140 കോടി ഇന്ത്യക്കാർക്കും ഇന്ത്യ-ഇസ്രയേൽ സൗഹൃദത്തിനുമായി സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 9 വർഷങ്ങൾക്ക് ശേഷമുള്ള തന്റെ സന്ദർശനം അഭിമാനകരമായ നിമിഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭരണ സംവിധാനം അതീവ കാര്യക്ഷമമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാനസികവും ഹൃദയപരവുമായ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇന്ത്യ-ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മേഖലയിൽ വലിയ ഉണർവ് നൽകും. ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും UPI സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 2017 ചരിത്രപരമായ സന്ദർശനത്തിന് ശേഷം മോദി നടത്തുന്ന രണ്ടാമത്തെ ഇസ്രയേൽ സന്ദർശനമാണിത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ സുഹൃത്തെന്നും സഹോദരനെന്നുമാണ് വിശേഷിപ്പിച്ചത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിനൊപ്പം നിന്നതിന് നെതന്യാഹു മോദിയോട് നന്ദി പറഞ്ഞു. വിമാനത്താവളത്തിൽ വെച്ച് ഇരു നേതാക്കളും കെട്ടിപ്പിടിച്ചതിനെ മോദി ഹഗ് എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. ഗാസ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി മനുഷ്യത്വം ഒരിക്കലും സംഘർഷത്തിന്റെ ഇരയാകാൻ പാടില്ലെന്ന് ഓർമ്മിപ്പിച്ചു. ഗാസ സമാധാന പദ്ധതിയെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഒക്ടോബർ 7 കൂട്ടക്കൊലയെ അപലപിക്കുമ്പോൾ തന്നെ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന സന്ദേശത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച നെറ്റ്സെറ്റിൽ നടത്തിയ തന്റെ ചരിത്രപരമായ പ്രസംഗത്തിനിടെ സമാധാനത്തിന്റെ പാത എപ്പോഴും എളുപ്പമല്ലെങ്കിലും ചർച്ചകൾക്കും സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തെ ഡൽഹി പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ മോദി നടത്തിയ പ്രസംഗം ഇസ്രയേലികളെ വികാരധീനരാക്കിയെന്നും നെതന്യാഹു പറഞ്ഞു. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ ഇസ്രയേലിന്റെ വേദന പങ്കുവയ്ക്കുന്നതായി മോദി പറഞ്ഞു. അവിടെ ഇരയായവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. നെതന്യാഹുവിന്റെ ഭാര്യ സാറയുടെ ബന്ധുക്കളുടെ പേരുകളും സ്മാരകത്തിൽ മോദി കണ്ടു. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ശാസ്ത്രം, ഇന്നോവേഷൻ, ജലമാനേജ്മെന്റ്, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആഗോള വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.